ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്നുള്ള ഭാഗം കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അറ്റോമിക് റേഡിയസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മുതലായ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് ഗ്രൂപ്പിലും പീരീഡിലും വേരി ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ അതേപോലെ എങ്ങനെയാണ് ഗ്രൂപ്പിലും പീരീഡിലും വേരി ചെയ്യുന്നത് എന്ന് നോക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നുള്ള ടേം ആറ്റം കമ്പൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ, അതായത് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കുമ്പോഴുള്ള അവസ്ഥയിലാണ് അത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയുക. അതായത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ടുവേർഡ്സ് ഇറ്റ് സെൽഫ് ദ ഷെയർഡ് ഇലക്ട്രോൺ പെയർസ്. ഓക്കെ, അതായത് കോവലൻ്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂളുകളുണ്ട്. ഇപ്പോൾ രണ്ട് കോവലൻ്റ്ലി ബോണ്ടഡ് മോളിക്യൂൾസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന് ക്ലോറിൻ മോളിക്യൂളും മറ്റേത് HCl മോളിക്യൂളും. അപ്പോൾ കോവലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ക്ലോറിൻ മോളിക്യൂളിൽ ഒരു പെയർ ഇലക്ട്രോൺസ് ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടും. 1 പെയർ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും എക്സാക്ട്ലി മിഡിലാണ് ഈ ഇലക്ട്രോൺ പെയർ ഇരിക്കുന്നത്. അത് ആഫ്റ്റർ ബോണ്ടിങ്ങും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ബോണ്ടിങ്ങിന് ശേഷവും ഇതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ക്ലോറിൻ തന്നെ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പറയാം ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് പറയുക. ഒരേപോലെയുള്ള ആറ്റങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഡയറ്റോമിക് മോളിക്യൂൾസ്. പക്ഷേ HCl പോലെയുള്ള ഹെട്രോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിൽ, HCl പോലെയുള്ള ഹെട്രോ മോളിക്കുലർ ഡയറ്റോമിക് മോളിക്യൂൾസിൽ ബോണ്ട് ഉണ്ടാക്കുന്നതിന് മുന്നേ ഇവർ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. രണ്ടുപേരും ഓരോ ഇലക്ട്രോണിനെ എടുക്കും, എന്നിട്ട് ഈക്വൽ ഷെയറിങ്. പക്ഷേ ഈക്വൽ ഷെയറിങ് എന്ന് പറയുന്ന കാര്യം ബോണ്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ മാറും. കാരണം ഇവിടുത്തെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ ക്ലോറിൻ അതിൻ്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്ത് വയ്ക്കും. ഇങ്ങനെ ഒരു ആറ്റത്തിന് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് വെക്കാനുള്ള കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ അത് ക്ലോറിൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം തന്നെ ഉള്ളപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി കൊണ്ട് പറയുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ മോളിക്യൂൾ ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്. ഓക്കെ, ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയണൈസേഷൻ എനർജി പോലെയോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ പോലെയോ ഒന്നും അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ ഡിഫറെൻറ്റ് സ്കെയിൽസ് ആണ്. അതായത് ഓരോ സയൻറ്റിസ്റ്റുമാർ പറഞ്ഞിട്ടുള്ള ഓരോ സ്കെയിലുകളാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്കെയിലാണ് പോളിംഗ് സ്കെയിൽ. പോളിങ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. പോളിങ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലിമെന്റ് ആണ് ഫ്ലൂറിൻ. അതായത് ഫ്ലൂറിൻ ഏത് ആറ്റത്തിന്റെ കൂടെ ബോണ്ടഡ് ആയിരിക്കുമ്പോഴും ആ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഫ്ലൂറിന്റെ അടുത്തോട്ട് വലിക്കാനുള്ള കഴിവ് ഫ്ലൂറിൻ ഉണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ HFലാണെങ്കിൽ ഈ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഫ്ലൂറിന്റെ അടുത്തായിരിക്കും. അതുപോലെ ഏത് ആറ്റം, ഇപ്പോൾ ഓക്സിജൻ ആയിട്ടാണെങ്കിൽ പോലും ഫ്ലൂറിന് അതിൻ്റെ അടുത്തുനിന്ന് ഇലക്ട്രോൺസിനെ വലിച്ചു പിടിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലിമെന്റ് അക്കോർഡിംഗ് ടു പോളിംഗ് സ്കെയിൽ. ഇനി ഫ്ലൂറിൻ കഴിഞ്ഞാൽ അടുത്ത എലിമെന്റ് ആരാണ്? ഓക്സിജൻ. അത് കഴിഞ്ഞാൽ പിന്നെ 2 എലിമെന്റുകൾക്ക് ഈക്വൽ സ്ഥാനമാണ് നൈട്രജനും ക്ലോറിനും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ എലിമെന്റ്സിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് നമ്മൾ ഓർത്ത് വെക്കണം. ഇതുപോലെയുള്ള ഇങ്ങനെ ഇലക്ട്രോൺ പെയർ ഒരാറ്റത്തിന്റെ അടുത്തോട്ട് നീങ്ങി നിൽക്കുന്ന ബോണ്ടുകളെ നമ്മൾ പോളാർ കോവലന്റ് ബോണ്ട് എന്നും, അതല്ലാതെ ഈക്വൽ ഷെയറിംഗ് വരുന്നതിനെ നോൺ പോളാർ കോവലന്റ് ബോണ്ടിങ് എന്നുമാണ് പറയാം. അപ്പോൾ പോളാർ കോവലന്റ് ബോണ്ടിങ്ങിൽ എവിടെയാണ് ഇലക്ട്രോൺ ഏത് ആറ്റത്തിന്റെ അടുത്തോട്ടാണ് നീങ്ങി നിൽക്കുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്കൊരു ഏതാണ്ട് ധാരണ ഉണ്ടാവണം ഇലക്ട്രോനെഗറ്റിവിറ്റിയെ കുറിച്ചിട്ട്. സാധാരണയായിട്ട് മെറ്റൽസിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവും, നോൺ മെറ്റൽസ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ബ്രോമിൻ, ക്ലോറിൻ പോലെയുള്ള എലിമെന്റ്സിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പീരീഡിലും ഗ്രൂപ്പിലും ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ് മാറുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ലെഫ്റ്റ് നിന്ന് റൈറ്റ് പോകുന്നതാണ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലിമെന്റ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ ഒക്കെയാണ് പറഞ്ഞത്. ഇവരെല്ലാവരും തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന എലിമെന്റ്സ് ആണ് അല്ലേ? പീരിയോഡിക് ടേബിളിൽ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ പീരിയോഡിക് വേരിയേഷൻ പറയുമ്പോൾ എങ്ങനെ പറയാം?
പീരീഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിക്കൂടി വരും. ഓക്കെ, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് വേരിയേഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി? Electronegativity increases as we move from left to right in a period, and it decreases as we move from top to bottom in a group. ഓക്കെ, അത്രയുമാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയെ പറ്റി പറയാനുള്ളത്. ഇനി വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും എങ്ങനെയാണ്, അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് കിടക്കുകയാണ്. വാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിൽ മാറുക? ഓക്കെ, വാലൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കമ്പൈനിങ് കപ്പാസിറ്റി, അതിനെയാണ് വാലൻസി എന്ന് പറയുക. അതായത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് വാലൻസി എന്നുള്ള ടേം കൊണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് വിളിക്കും? വാലൻസ് ഇലക്ട്രോൺസ് വിളിക്കും. Outermost electrons are known as valence electrons, and generally outermost electrons are participating in chemical reaction. So generally valency will be the number of electrons in the outermost shell. അത് ജനറലി അങ്ങനെ പറയുമ്പോൾ പറയാൻ ചില സ്ഥലങ്ങളിൽ അതിന് ചേഞ്ചസ് ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെന്റ്സ് എക്സാമ്പിൾ പറയുമ്പോഴാണ് ഒന്നുകൂടെ വ്യക്തമാകുക. ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെന്റ്സ് നമ്മൾ എടുക്കുകയാണ്. ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെന്റ്സ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇത് 1s2 2s1 ആണ്. ഇത് ഉണ്ടാക്കുന്ന അയോൺ എന്താണ്? Li+ അയോൺ ആണ്. ലിത്തിയം ഉണ്ടാക്കുന്ന അയോൺ എന്താണ്? Li+ അയോൺ ആണ്. സോഡിയം ഉണ്ടാക്കുന്ന അയോൺ എന്താണ്? സോഡിയം പ്ലസ് അയോൺ ആണ്. അപ്പൊ ഇതിന്റെ വാലൻസി നമ്മൾ പറയുമ്പോൾ 1 എന്നും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പറയുമ്പോൾ +1 എന്നും പറയും. കാരണം ഇവിടുത്തെ ഈ ലാസ്റ്റ് ഇലക്ട്രോൺ, സോഡിയത്തിലാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ 3s1ലാണ്. ഈ ലാസ്റ്റ് ഇലക്ട്രോൺ ആണ് ഏതിൽ പങ്കെടുക്കുന്നത്? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. സോ വാലൻസി ഈസ് 1. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ ഈസ് വാലൻസി, വിച്ച് ഈസ് 1. ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +1. +1 എന്ന് പറയാൻ കാര്യം ഒരു ഇലക്ട്രോണിനെ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +1. ഇനി ഹാലജൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നോക്കൂ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ആഡിൻ, അസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഹാലജൻസിന്റെ കാര്യത്തിൽ ഫ്ലൂറിൻ എടുക്കുകയാണെങ്കിൽ കോൺഫിഗറേഷൻ അവസാനിക്കുക 2p5 എന്നുള്ള നിലയ്ക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുക. അപ്പോൾ വാലൻസി 1 തന്നെയാണ്, ബട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് -1. ഓക്കെ, അപ്പൊ വാലൻസി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹാസ് ഗോട്ട് വെരി മച്ച് റിലേഷൻഷിപ്പ് വിത്ത് ദ പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ വാലൻസി? വാലൻസി എന്നുള്ളത് എന്താണ്? ഐദർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓർ 8 - നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതായത് ഒന്നുകിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അതാണ് വാലൻസി. ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുമ്പോൾ ആ ഇലക്ട്രോൺ കൊടുക്കുകയാണോ ചെയ്തത് വാങ്ങുകയാണോ ചെയ്തതെന്നനുസരിച്ച് ചാർജ് ഇടണം. കൊടുത്താൽ +1. ഈ ഒരു ഇലക്ട്രോണിനെ കൊടുത്തത് കൊണ്ട് ലിഥിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1, വാലൻസി എത്രയാ? 1. സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1, വാലൻസി എത്രയാണ്? 1 തന്നെ. ഇനി ഫ്ലൂറിൻ പോലെയുള്ള എലിമെന്റ്സിന് വാലൻസി 1 തന്നെയാണ്. കാരണം ഇതിന് ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ ഒക്ടറ്റ് കിട്ടുകയാണ്. അപ്പൊ 8 - നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ, 1s2 2s2. അപ്പൊ 2ൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 എണ്ണം ഉണ്ട്. 8 - 7 കുറച്ച 1. അപ്പൊ വാലൻസി 1. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുമ്പോൾ എന്ത് എഴുതും? ഫ്ലൂറിന്റെ കേസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് -1. കാരണം ഇവിടെ ഒരു ഇലക്ട്രോണിനെ വാങ്ങുകയാണ്, അതുകൊണ്ട് -1. ഇവിടെ ഈ ലാസ്റ്റ് ഇലക്ട്രോണിനെ കൊടുക്കുകയാണ്, അപ്പൊ +1. അപ്പൊ വാലൻസി ആൻഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹാസ് ഗോട്ട് വെരി മച്ച് റിലേഷൻഷിപ്പ് വിത്ത് ദി പീരിയോഡിക് ടേബിൾ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വാലൻസി എങ്ങനെ എഴുതാം? ഐദർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓർ 8 - നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതാണ് വാലൻസി. ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റിന് ചാർജ് ഇടണം എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇനി 1-2 കാര്യങ്ങളും കൂടെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അടുത്തത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ് എലിമെന്റ്സ്. സെക്കൻഡ് പീരീഡ് എലിമെന്റ്സിന്റെ അനോമലസ് പ്രോപ്പർട്ടീസ് എന്താണ് അതെന്ന് നോക്കാം. സെക്കൻഡ് പീരീഡ് എലിമെന്റ്സ് നിങ്ങൾക്ക് അറിയാം, ഇവിടെ ലിഥിയത്തിൽ നിന്നാണ് സെക്കൻഡ് പീരീഡ് എലിമെന്റ്സ് തുടങ്ങുന്നത്. ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ഇവരാണ് സെക്കൻഡ് പീരീഡ് എലിമെന്റ്സ്. ഇവര് സെക്കൻഡ് പീരീഡ് എലിമെന്റ്സ് ആണ്. ഒപ്പം തന്നെ ദേ ആർ ദ ഫസ്റ്റ് എലിമെന്റ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്. എല്ലാ ഗ്രൂപ്പിലെയും ഫസ്റ്റ് എലിമെന്റും കൂടിയാണ് അവര്. അതായത്
ഫസ്റ്റ് ഗ്രൂപ്പിലെ ഫസ്റ്റ് എലിമെന്റ് ആണ് ലിഥിയം, സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് എലിമെന്റ് ആണ് ബെർലിയം, തേർഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് എലിമെന്റ് ആണ് ബോറോൺ, ഫോർത്ത് ഗ്രൂപ്പിലെ ഫസ്റ്റ് എലിമെന്റ് ആണ് കാർബൺ. അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ ഇവര് സെക്കൻഡ് പീരീഡ് എലിമെന്റ്സ് ആണ്. ഇൻ ദ സെയിം ടൈം ദേ ആർ ദ ഫസ്റ്റ് എലിമെന്റ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്. ആൻഡ് ദ ഫസ്റ്റ് എലിമെന്റ് ഓഫ് ഈച്ച് ഗ്രൂപ്പ് they have some different properties compared to the other elements. അതായത് ഓരോ ഗ്രൂപ്പിലെയും ആദ്യത്തെ എലിമെന്റിന് ബാക്കി എലിമെന്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുണ്ട്. ഓക്കെ, so first element of each group has got some different characters compared to the other elements in the same group. ഫസ്റ്റ് എലിമെന്റിന് ബാക്കി ഇവര് ഒരു ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരേ സ്വഭാവം ഉള്ളത് കൊണ്ടാണ്. ആ ഒരേ സ്വഭാവമുള്ള അവരിൽ തന്നെ ഈ ഫസ്റ്റ് എലിമെന്റിന് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്, ഇപ്പൊ ലിഥിയത്തിന് സോഡിയം പൊട്ടാസ്യം റുബിഡിയം ഇവരെ അപേക്ഷിച്ച്, ബെർലിയത്തിന് മെഗ്നീഷ്യം കാൽഷ്യം സ്ട്രോൺഷ്യം ഇവരെ അപേക്ഷിച്ചൊക്കെ കുറച്ച് പ്രോപ്പർട്ടീസ് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസം കാണിക്കുന്ന ആ ബിഹേവിയറിനെ നമ്മൾ പറയും അനോമലസ് ബിഹേവിയർ ഓഫ് സെക്കൻഡ് പീരീഡ് എലിമെന്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് അനോമലസ് ബിഹേവിയർ? The first element of each group has got some different properties compared to the other elements. This is known as anomalous behavior. ഇനി അനോമലസ് ബിഹേവിയറിന് കാരണം എന്തായിരിക്കും? ഓരോ ഗ്രൂപ്പിലും അനോമലസ് ബിഹേവിയർ ഉണ്ട് കേട്ടോ. ഇവിടെ ബോറോൺ ഫാമിലി അല്ലെങ്കിൽ അലുമിനിയം ഫാമിലിയിൽ ബോറോൺ അനോമലസ് ആണ്, കാർബൺ ഫാമിലിയിൽ കാർബൺ അനോമലസ് ആണ്, നൈട്രജൻ ഫാമിലിയിൽ നൈട്രജൻ, ഓക്സിജൻ ഫാമിലിയിൽ ഓക്സിജൻ, ഫ്ലൂറിൻ ഫാമിലിയിൽ ഫ്ലൂറിൻ. എല്ലാ ഗ്രൂപ്പിലും ആദ്യത്തെ എലിമെന്റ് അനോമലസ് ആണ്. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ ആദ്യത്തെ എലിമെന്റ് ബാക്കിയുള്ളവരെക്കാളും സ്മോൾ സൈസ് ഉള്ളതായിരിക്കും. ഓക്കെ, പിന്നെ അവരുടെ അയണൈസേഷൻ എനർജി ബാക്കിയുള്ളവരെക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ സ്മോൾ സൈസ്, ഹൈ അയണൈസേഷൻ എനർജി. അതുപോലെ തന്നെ അവർക്ക് ഡി ഓർബിറ്റൽസ് ഉണ്ടാവില്ല, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്. അതുപോലെ തന്നെ അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഹൈ ചാർജ് ബൈ റേഡിയസ് റേഷ്യോ, ചാർജ് ബൈ റേഡിയസ് റേഷ്യോ അവർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറയണം? സ്മോൾ സൈസ്, ഹൈ ചാർജ് ബൈ റേഡിയസ് റേഷ്യോ, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്, ഹൈ അയണൈസേഷൻ എനർജി ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. അതിൽ 1-2 പോയിന്റ്സ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് എന്നുള്ളത് പലതവണയും നമ്മൾ ഓർത്തെടുത്ത് ആൻസർ എഴുതേണ്ടി വരും. കാരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവര് സെക്കൻഡ് എനർജി ലെവലിലുള്ളവരായതുകൊണ്ട് നിങ്ങൾക്കറിയാം സെക്കൻഡ് എനർജി ലെവലിൽ സെക്കൻഡ് എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഷെല്ലില് 1s ഫസ്റ്റ് ഷെല്ല്, അത് കഴിഞ്ഞ് 2s 2p എന്ന് പറയുന്ന 2 സബ്ഷെല്ലേ ഉണ്ടാവുള്ളൂ. 2d എന്ന് പറയുന്ന സബ്ഷെൽ ഇല്ല. പക്ഷെ ഇവിടെ തൊട്ട് സോഡിയം മെഗ്നീഷ്യം തൊട്ട് അവര് തൊട്ട് 3d എന്ന് പറയുന്ന സബ്ഷെൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ സെക്കൻഡ് പീരീഡ് എലിമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരിക. ശ്രദ്ധിക്കുക. NFi does not exist, but PFi exist. NFi ഫോം ചെയ്യാൻ പറ്റില്ല, പക്ഷെ PFi ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ NCl5 does not exist, but PCl5 exist. ഓക്കെ, NFi പറ്റില്ല, PFi പറ്റും, NCl5 പറ്റില്ല, PCl5 പറ്റും. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നൈട്രജൻ എന്ന് പറയുന്നത് സെക്കൻഡ് പീരീഡ് എലിമെന്റ് ആണ്. സെക്കൻഡ് പീരീഡ് എലിമെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2s 2p വരെയാണ് സബ്ഷെല്ലുള്ളൂ. 2d എന്ന് പറയുന്ന ഒരു സബ്ഷെൽ ഇല്ല. അപ്പൊ ഡി ഓർബിറ്റൽസ് ആർ നോട്ട് പ്രസന്റ്. അവർക്ക് ഡി ഓർബിറ്റൽസ് ഇല്ല, നൈട്രജന് ഡി ഓർബിറ്റൽസ് ഇല്ല. അതുകൊണ്ട് മാക്സിമം ഇതിന് ഉണ്ടാക്കാൻ പറ്റുക NF3 വരെയുള്ളൂ. വാലൻസി 3 വരെ പറ്റുള്ളൂ, കൊവലൻസി 3 വരെ പറ്റുള്ളൂ. അപ്പൊ 3 ഫ്ലൂറിൻ ആറ്റം വെച്ചുകൊണ്ട് NF3 എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ നൈട്രജന്. പക്ഷേ ഫോസ്ഫറസ് തൊട്ട് താഴെയാണ് കിടക്കുന്നത്, നൈട്രജന്റെ തൊട്ട് താഴെ. അപ്പൊ അവിടെ അത് തേർഡ് എനർജി ലെവലാണ്. അപ്പൊ 3d സബ്ഷെൽസ് ആർ പ്രസന്റ്. ഓക്കെ, 1s2 2s2 2p6 3s2 3p3. അപ്പുറം 3d സബ്ഷെൽ ഉണ്ട്, ഇലക്ട്രോൺ ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഈ 3d ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഉപയോഗിക്കാം. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് കോവലൻസി അപ് ടു 5. ഫോസ്ഫറസിന് കോവലൻസി 5 ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. It can increase its covalency up to 5, but nitrogen cannot increase its covalency up to 5. It can form only NF3 or NCl3. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ അനോമലസ് ബിഹേവിയറിന്റെ റീസൺ പഠിച്ചത് നമ്മൾ ഓർക്കണം. അപ്പോൾ അനോമലസ് ബിഹേവിയറിന്റെ റീസൺ എന്തൊക്കെയാണ്? സ്മോൾ സൈസ്, ഹൈ അയണൈസേഷൻ എനർജി, ഹൈ ചാർജ് ബൈ റേഡിയസ് റേഷ്യോ, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്, ഹൈ അയണൈസേഷൻ എനർജി. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഫസ്റ്റ് എലിമെന്റ് അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത്. ഓക്കെ, ഇനി
ഇങ്ങനെ അനോമലസ് ആയിട്ടുള്ള ഫസ്റ്റ് എലിമെന്റ്സ് രണ്ടാമത്തെ പീരീഡിൽ വരുന്നതും ഓരോ ഗ്രൂപ്പിലെയും ആദ്യത്തെ മെമ്പറുമായിട്ടുള്ള ഈ എലിമെന്റ്സ് ദേ ഹാവ് സം സിമിലർ പ്രോപ്പർട്ടി വിത്ത് ദ ഡയഗണലി പ്ലേസ്ഡ് എലിമെന്റ് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്. എന്ന് വെച്ചാൽ ഇവര് ഈ ഗ്രൂപ്പിലെ കുറച്ച് വ്യത്യസ്തനാണെങ്കിലും അടുത്ത ഗ്രൂപ്പിലെ ഡയഗണലി പ്ലേസ്ഡ് എലിമെന്റ്സ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഓക്കെ, സ്വന്തം ഗ്രൂപ്പിൽ കുറച്ച് പ്രശ്നമാണ്, സ്വന്തം ഗ്രൂപ്പിൽ ബാക്കിയുള്ളവരുമായിട്ട് യോജിച്ചു പോകുന്നില്ല ചില കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും അല്ല ചില കാര്യങ്ങളിൽ. അത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾ എസ് ബ്ലോക്ക് എലിമെന്റ്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന വേറൊരു ചാപ്റ്റർ ഉണ്ട്, അവിടെ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ലിഥിയത്തിന് എന്തൊക്കെ അനോമലസ് ബിഹേവിയർ ഉണ്ട്, ബെറിലിയത്തിന് എന്തൊക്കെ അനോമലസ് ബിഹേവിയർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വേറൊരു ചാപ്റ്ററിൽ വിശദമായി പഠിക്കുന്നുണ്ട്. ഇനി അങ്ങനെ വ്യത്യസ്തരായിരിക്കുന്ന ഓരോ ഗ്രൂപ്പിലും വ്യത്യസ്തരായിരിക്കുന്ന ഇവര് ദേ ഹാവ് സം സിമിലർ പ്രോപ്പർട്ടി വിത്ത് ദ ഡയഗണലി പ്ലേസ്ഡ് എലിമെന്റ് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്. ഡയഗണലി പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, അപ്പൊ ലിഥിയത്തിന് ആരുമായിട്ടാണ് സിമിലാരിറ്റി? മഗ്നീഷ്യവുമായിട്ട്. ബെറിലിയത്തിന് ആരുമായിട്ടാണ് സിമിലാരിറ്റി? തൊട്ടടുത്ത ഗ്രൂപ്പിലെ അലുമിനിയം ആയിട്ട്. അതിലിപ്പോ ഇവിടെ ഇവരെ എടുക്കരുത്, ഡി ബ്ലോക്കിനെ എടുക്കരുത്, മെയിൻ ബ്ലോക്ക് മാത്രം എടുക്കണം. അപ്പൊ ലിഥിയത്തിന് മഗ്നീഷ്യം ആയിട്ട് സിമിലാരിറ്റി, ബെറിലിയത്തിന് അലുമിനിയം ആയിട്ട് സിമിലാരിറ്റി, ബോറോണിന് സിലിക്കണുമായിട്ടുള്ള സിമിലാരിറ്റി. ഇങ്ങനെ ഡയഗണലി പ്ലേസ്ഡ് എലിമെന്റ്സിന് ഉണ്ടാകുന്ന സിമിലാരിറ്റിയെ നമ്മൾ പറയും ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഡയഗണലി പ്ലേസ്ഡ് എലിമെന്റ്സിന് ഉള്ള സിമിലാരിറ്റിയാണ് നമ്മൾ എന്ത് പറയുക? ഡയഗണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? ദ ഫസ്റ്റ് എലിമെന്റ് ഓഫ് സം ഗ്രൂപ്പ് have similar property with the diagonally placed element of the second or the following group. Diagonally placed element of the following group. ആരൊക്കെയാണ് അങ്ങനെ ഡയഗണലി പ്ലേസ്ഡ് ആയിട്ടുള്ള സിമിലാരിറ്റി കാണിക്കുന്ന എലിമെന്റ്സ്? ആരൊക്കെയാണ്? ലിഥിയം, മഗ്നീഷ്യം, അതൊരു പെയർ. ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു പെയറാണ് ലിഥിയം, മഗ്നീഷ്യം. അടുത്ത പെയറാണ് ബെറിലിയം, അലുമിനിയം. അടുത്ത പെയറാണ് ബോറോൺ, സിലിക്കൺ. ഓക്കെ, ബാക്കി അങ്ങോട്ട് പോകുന്തോറും ഈ ഡയഗണൽ റിലേഷൻഷിപ്പിന്റെ വ്യാപ്തി കുറയും. ഇവർക്ക് ഉണ്ടാവുന്ന അത്രയും ഡയഗണൽ റിലേഷൻഷിപ്പ് അങ്ങോട്ടേക്ക് ഇല്ല. കൂടുതലും ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ 3 പെയറിനാണ് നമ്മൾ കൂടുതലും എക്സാമ്പിൾസ് ആയിട്ട് പറയാറുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാണിക്കുന്ന റിലേഷൻഷിപ്പിന് എന്ത് പറയുന്നു? ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ അത്രയാണ് പീരിയോഡിക് ടേബിളിൽ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോട്ടിൽ വിശദമായിട്ട് തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് ബാക്കി ചോദ്യങ്ങളും കൂടെ പഠിക്കുക. അങ്ങനെ 3ാമത്തെ ലെസൺ അവസാനിച്ചു. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ 3rd ലെസൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഓഫ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന 3ാമത്തെ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.